ഹായ് ഡിയേഴ്സ്, ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റിയാക്ഷൻസ് ആണ്, അതുപോലെ NCERT എക്സാമ്പിൾസ് ആൻഡ് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് കൺവേർഷൻ CH3CH2Cl ഇൻറ്റു CH3CH2CH2NH2. മക്കളെ, അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ നിങ്ങൾക്കൊരു ഹാലൈഡിനെ അമൈനാക്കി മാറ്റണം. ചുമ്മാ ഹാലൈഡിനെ അമൈനാക്കിയാൽ മാത്രം പോരാ, ഒരു കാർബൺ വർദ്ധിപ്പിക്കുകയും വേണം. കാരണം ഇതിൽ 2 കാർബണേ ഉള്ളൂ, ഉണ്ടാവേണ്ട പ്രൊഡക്റ്റിൽ 3 കാർബൺ ഉണ്ട്. അപ്പോൾ എങ്ങനെയാ ചെയ്യുക മക്കളെ? ഒരു ഹാലൈഡിൽ ഒരു കാർബണെ കൂട്ടിയെടുക്കാനുള്ള മാർഗമാണ് ഇപ്പോൾ CH3CH2Cl ആണ് നമ്മുടെ കയ്യിലുള്ള, വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 2 കാർബൺ ആറ്റംസ്. ക്ലോറിൻ്റെ C കൂട്ടരുതേ, റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് KCN ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം. ഇനി NaCN ആയാലും മതി. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. KCL ആരൊക്കെയുള്ള? K+ ഉണ്ട്, CN- ഉണ്ട്. സംഭവിക്കാൻ പോകുന്ന കാര്യം CN- പോയിട്ട് Cl- റീപ്ലേസ് ചെയ്യും, വിച്ച് ഇസ് കോൾഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആരാ മക്കളൊന്ന് പറഞ്ഞേ? CH3CH2CN ആണ്. ഇപ്പോൾ ചുളുവിലൊരു കാർബൺ കൂടി കിട്ടി. 2 കാർബൺ ഉള്ള കോമ്പൗണ്ട് 3 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആയിട്ട് മാറി. ഇനിയൊന്നുമില്ല, ഇനി നിങ്ങൾ റെഡ്യൂസ് ചെയ്താൽ മതി. ഈ സയനൈഡിനെ LiAlH4 ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക, അല്ലെ കാറ്റലിറ്റിക് റിഡക്ഷൻ ആയാലും മതി. H2 Ni അല്ലെ H2 PD. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സയനൈഡ് റെഡ്യൂസ് ചെയ്താൽ വി ഗെറ്റ് അമൈൻ. സോ CH3CH2CN മാറിയിട്ട് CH2NH2 വരും. അതല്ലേ നമുക്ക് ചെയ്യേണ്ട കൺവേർഷൻ. സോ ഒന്നാമത്തെ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ നോക്ക്, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. C6H5CH2Cl C6H5CH2CH2NH2 ആക്കണം. C6H5 എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആണ് കേട്ടോ, പേടിക്കണ്ട. ഇതേ സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സെയിം കൺവേർഷൻ നിങ്ങൾക്ക് എത്താം. ആദ്യം ചെയ്യേണ്ടത് C6H5CH2Cl KCN ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ C6H5CH2CN എന്ന് കിട്ടും. LiAlH4 ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക, C6H5CH2CH2NH2 എന്ന് കിട്ടും. ചെയ്തു നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെയാണ്, റെഡിയാണ്. അതേപോലെ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോവുകയാണ്. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സെയിം ചാപ്റ്റർ, അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. കൺവേർട്ട് 3-methyl aniline to 3-nitrotoluene. 3-methyl aniline 3-nitrotoluene ആക്കി മാറ്റണം. അതായത് ആദ്യം ഞാൻ ആ 2 ആളുകളെ നിങ്ങൾക്കൊന്ന് വരച്ചു തരാം. ഒന്ന് 3-methyl aniline. എന്താ 3-methyl aniline എന്ന് പറഞ്ഞാൽ? ഇതാണ് അനിലീൻ, അതിൻ്റെ 3rd പൊസിഷനിൽ മീത്തൈൽ ഗ്രൂപ്പ് ഉള്ള ആളാണ് 3-methyl aniline. അടുത്തത് 3-nitrotoluene ആണ്. അപ്പോൾ ഞാൻ ടൊളീൻ എന്ന് പറയുമ്പോൾ മീഥൈൽ ഞാൻ ഇവിടെ തന്നെ പ്ലേസ് ചെയ്തു. അങ്ങനെയാണ് 3rd പൊസിഷൻ എന്ന് പറയുമ്പോൾ 1, 2, 3-nitrotoluene ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ NH2 മാറ്റി NO2 കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. മീഥൈൽ അവിടെ തന്നെ നിന്നോട്ടെ, ഒരു മാറ്റവും ഇല്ല. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള കൺവേർഷൻ. 3-methyl aniline എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്യുക, അമിനോ ഗ്രൂപ്പ് ഒന്ന് 1, 2, 3 3-nitrotoluene ആക്കി കൺവേർട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് NH2 മാറ്റി NO2 കൊണ്ടുവരണം. എന്താ മാർഗം? NH2 ഡയസോണിയം സോൾട്ട് ആക്കുക ആദ്യം, എന്നിട്ട് അതിനെ നൈട്രോ ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ. സോ എന്താ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ കയ്യിൽ ആദ്യമുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് 3-methyl aniline ആണ്. ഇതാണ് 3-methyl aniline. മക്കളെ, ഈ 3-methyl aniline ഡയാസോട്ടൈസേഷൻ ചെയ്യാം. എന്താ ഡയാസോട്ടൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ NaNO2 HCl ട്രീറ്റ് ചെയ്യുക ഇൻ ദ കോൾഡ് 0 to 5 degree Celsius. അപ്പോൾ ഇയാൾ എന്തായിട്ടാണ് മാറുക? മീത്തൈൽ ഗ്രൂപ്പ് അതേപോലെ നിൽക്കും. NH2 മാറിയിട്ട് N2Cl ആവും. NH2 മാറിയിട്ട് N2Cl ആവും, ഡയസോണിയം സോൾട്ട്. ഇനി മക്കളെ, ഈ ഡയസോണിയം സോൾട്ടിനെ ഫ്ലൂറോബോറിക് ആസിഡ് ആവുന്ന HbF4 ട്രീറ്റ് ചെയ്താൽ ഡയാസോണിയം ഫ്ലൂറോബോറേറ്റ് കിട്ടും. CH3 അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് N2+BF4- ഇതാണ് കിട്ടും. ബെൻസീൻ ഡയാസോണിയം ഫ്ലൂറോബോറേറ്റ് ആണ്. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത ഫ്ലൂറോബെൻസീൻ ആയിട്ട് മാറുക. ഹീറ്റ് ചെയ്യുന്നത് NaNO2 കോപ്പറും ഉപയോഗിച്ചാവണം. NaNO2 കോപ്പർ ബാർ ഹീറ്റ് ചെയ്താൽ ആ ഡയസോണിയം സോൾട്ട് ഉള്ള ഭാഗം നൈട്രോ ഗ്രൂപ്പായിട്ട് ടേൺ ചെയ്യും.
ഡയസോണിയം സോൾട്ടിൻ്റെ പ്രോപ്പർട്ടീസിൽ ഈ റിയാക്ഷൻ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയേ ഉള്ളൂ അത് ചെയ്യാൻ. ഓക്കെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് അനിലീൻ ടു 135 ട്രൈബ്രോമോബെൻസീൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അനിലീൻ ടു 135 ട്രൈബ്രോമോബെൻസീൻ. എന്താ ചെയ്യേണ്ടത്? 3 ബ്രോമിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ തന്നെ അനിലീനെ ബ്രോമിനേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ നമ്മൾ ആദ്യം അനിലീനെ ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യാം. ബ്രോമിൻ വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്താൽ അനിലീനെ ഡയറക്റ്റ് ബ്രോമിനേറ്റ് ചെയ്താൽ ഇറ്റ് ടേൺസ് ടു 2,4,6 ട്രൈബ്രോമോ അനിലീൻ. ഓർത്തോ പാരാ പൊസിഷനിൽ Br+ ഒന്ന് അറ്റാച്ച് ചെയ്യും. സോ ദ കോമ്പൗണ്ട് ഫോംഡ് 2,4,6 ട്രൈബ്രോമോ അനിലീൻ ആണിത്. 2,4,6 ആണ്, കാരണം നമ്പർ ചെയ്യുമ്പോൾ അമിനോ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. 1, 2, 3, 4, 5, 6. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ? ഇയാളെ ഡയോസോട്ടൈസേഷൻ ചെയ്താൽ എന്താ കിട്ടാം? NaNO2 bar HCl 0 to 5 ഡിഗ്രി. അപ്പോൾ ആ ബ്രോമോ ഗ്രൂപ്പൊക്കെ അതുപോലെ തന്നെ നിൽക്കും. NH2 മാറിയിട്ട് ഡയസോണിയം ക്ലോറൈഡ് ആവും N2Cl. ബാക്കി Br എല്ലാം അവിടെ അതേപോലെ തന്നെ നിൽക്കും. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ട മക്കളെ H3PO2H2 H3PO2 bar H2 അല്ലെങ്കിൽ എത്തനോൾ ഉപയോഗിക്കാം. ഡയസോണിയം സോൾട്ടിന് H3PO2 bar H2 അല്ലെങ്കിൽ എത്തനോളായി ട്രീറ്റ് ചെയ്താൽ ടേൺസ് ടു ബെൻസീൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് N2Cl അങ്ങ് കട്ടാവും, N2Cl അങ്ങ് കട്ടാവും. ബാക്കി Br ഒക്കെ അതേപോലെ അവിടെ നിൽക്കുന്നു. Br ഇവിടെ വീണ്ടും Br, ഇവിടെ Br. മക്കളെ ഇനി നമ്പറിങ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. Br അറ്റാച്ച് ചെയ്ത കാർബൺ സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6. So the name of the compound is 135 ട്രൈബ്രോമോബെൻസീൻ. അപ്പോൾ നമ്മുടെ ഐഡിയ എന്താ? അനിലീനെ ബ്രോമിനേറ്റ് ചെയ്തപ്പോൾ 2,4,6 ട്രൈബ്രോമോ അനിലീൻ കിട്ടി. ഇനി ആ 135 ട്രൈബ്രോമോ ബെൻസീൻ ആക്കാൻ ഈ അമിനോ ഗ്രൂപ്പിനെ കട്ട് ചെയ്യണം. അമിനോ ഗ്രൂപ്പിനെ റിംഗ് നിന്ന് ഒഴിവാക്കാൻ, ബെൻസീൻ റിംഗ് നിന്ന് ഒഴിവാക്കാൻ ഡയസോട്ടൈസ് ചെയ്യുക. എന്നിട്ട് H3PO2 bar H2 ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അയാൾ അവിടെ നിന്ന് ഇല്ലാണ്ടായി. ഇനി നമ്പർ ചെയ്യുമ്പോൾ ബ്രോമോ ഗ്രൂപ്പ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സോ 135 ട്രൈബ്രോമോ ബെൻസീൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെയാണ്. സോ മക്കളെ അമൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള, എക്സാം ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ചില പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററുകൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമൈൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ആൾ.